കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ കിരൺ കല്യാണിന്റെ അടുത്തേക്ക് വന്നു. പിന്നീട് കല്യാണിയോട് സംസാരിക്കുകയാണ്. അമലുവിന്റെയും വേലുവിന്റെയും കല്യാണം അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. അവര് കാട്ടിലേക്ക് മടങ്ങി പോകുന്നതിന് മുമ്പ് അവരുടെ വിവാഹം നടത്തി വേണം അവരെ പറഞ്ഞു വിടാന്ന്. അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു, അല്ല അമലു സമ്മതിക്കുമോന്ന്? അമലുവിനോട് ഞാൻ കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, അല്ല അവൾ സമ്മതിക്കാതിരിക്കേണ്ട കാര്യം എന്താ? അത് പിന്നെ അച്ഛൻ മരിച്ചിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ, അതുകൊണ്ട് അവനൊരു നല്ല വിഷമം കാണുമെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നീ ഒന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പം കല്യാണി പറഞ്ഞൊരു കാര്യം ചെയ്യാം, കിരണേട്ടൻ ആദ്യം അമലുവിനോടൊന്ന് സംസാരിക്കുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് നോയാണോ പറയണെന്ന് അറിയില്ല. കാരണം അവളുടെ മനസ്സ് ഇപ്പോഴും ഒരു കല്യാണത്തിന് പാകമായിട്ടുണ്ടോ നടത്തില്ല. വേലുവിനോട് മുമ്പത്തെ പോലെ ഒന്നുമല്ല, അവൾക്ക് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗംഗാപ്രസാദിന്റെ ചതി അത് അവൾക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ, കാരണം കഴിഞ്ഞു പോയ കാര്യമാ. പോരാത്തേന് ഇനിയിപ്പം അവൾക്ക് അമലുവിന് ഒരു ജീവിതം വേണം, അതോടൊപ്പം വേലുവിന് ഒരു ജീവിതം വേണ്ടെന്ന് ചോദിച്ചു. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അത് ശരിയാ കിരണേട്ടാ, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണം നടത്താമെന്ന് പറഞ്ഞു. കിരണം പറഞ്ഞു, അതെ നമുക്ക് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. അല്ല ഇനി അവന്റെ ഉപദ്രവം എങ്ങാനും ഉണ്ടാവോ, ആ ഗംഗാപ്രസാദിന്റെ ഉപദ്രവം? അതിന് അവൻ ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല, അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഈ പറയുന്ന നിന്റെ കാർത്തികേച്ചിക്കും പിന്നെ ദിലീപിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, കിരണേട്ടൻ ഇത്ര ഉറപ്പിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ അവൻ ജീവനോടെ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരണൊന്നും ഞെട്ടി. പെട്ടെന്ന് കിരൺ പറഞ്ഞു, ഞാൻ അതുകൊണ്ടല്ല കല്യാണി പറഞ്ഞേ, അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരേണ്ടതായിരുന്നല്ലോ. അവന് ഈ നാട് വിട്ട് കാണുമായിരിക്കും. കാർത്തിയുടെ കല്യാണം കൂടെ കഴിഞ്ഞെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അങ്ങനെ അവൻ പെട്ടെന്നൊന്നും പോകുന്നവനല്ല, ചിലപ്പോൾ പതുങ്ങിയിരിക്കുകയാണോന്ന് അറിയില്ല, കിട്ടിയ ഒരു അവസരം കിട്ടുമ്പോൾ കുതിച്ച് ചാടാൻ വേണ്ടിയിട്ട്. കിരൺ പറഞ്ഞു, അവൻ ചാടുവാണെ ചാടട്ടെ, ആ കാര്യം ഒന്നും ഓർത്ത് പേടിക്കണ്ട. ഇപ്പം നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ വേലുവിൻ്റെ അമലുവിൻ്റെ കല്യാണം നടത്തണം. പിന്നെ വേലുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന്, അവന് കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ രീതിയിലൊന്നും വേണ്ടെന്നേ, ചെറിയ തോതിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് മതിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു, അത് നല്ല കാര്യം കിരണേട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറഞ്ഞു. അതേ സമയത്താണ് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. ഭാനുമതി മുത്തശ്ശി ഇത് കേട്ടു. മുത്തശ്ശി പറഞ്ഞു, എൻ്റെ മോനെ ഈ കാര്യം ഞാൻ അങ്ങോട്ടേക്ക് പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അല്ല ഇനി എത്ര കാലം അവരിങ്ങനെ രണ്ടും കണ്ണിക്കണ്ണ് നോക്കിയിരിക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ? അത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു, അതെ അമ്മൂമ്മേ, ഈ പറയുന്ന അമലുവിൻ്റെ കാര്യം അറിയാലോ, എനിക്കെല്ലാം അറിയാം മോളെ. പക്ഷേ എങ്കിൽ വേലുവിനാണെങ്കിലും ജീവിതം വേണം. അവന് പാവം അമലുവിനെ കല്യാണം കഴിക്കണമെന്ന് കാത്തിങ്ങനെ ഇരിക്കുമല്ലായിരുന്നോ, എത്ര നാളായി. ഇനിയിപ്പം വേറൊന്നും നോക്കാനില്ല, എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. കിരണം കല്യാണി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനാണ് അമലു അങ്ങോട്ടേക്ക് വരുന്നത്. അമലുവിൻ്റെ അടുത്ത് ഭാനുമതി അമ്മ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, മോളെ ഇനി എത്രയും പെട്ടെന്ന് നീയും വേലും കൂടെ ഒന്നാവണം എന്ന് പറഞ്ഞു. എന്തൊക്കെയാ അമ്മൂമ്മ പറയണമെന്ന് ചോദിച്ചു. അതെ ഒന്നാവണം. അല്ല നിങ്ങളിങ്ങനെ രണ്ടായിട്ട് ജീവിച്ചോണ്ടിട്ട് കാര്യമില്ല, നിങ്ങൾ ഒന്നായിട്ട് ജീവിക്കാനുള്ളവരല്ലേ. അത് കേട്ടപ്പോൾ അമല് പറഞ്ഞു, അതൊന്നും നടക്കത്തില്ല അമ്മൂമ്മ എന്ന് പറഞ്ഞു. അതെന്താ? എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ, 41 പോലും ആയില്ലോ. അതൊന്നും സാരമില്ല, ഒരു മംഗളകർമ്മം അല്ലേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കാർത്തി മോളുടെ ദിലീപിന്റെ കല്യാണം കഴിഞ്ഞില്ലേ. ദിലീപിന്റെ അച്ഛൻ മരിച്ചിട്ട് എത്ര നാളായി, ഒത്തിരി കാലമൊന്നും ആയില്ലോ. അത് മാത്രമല്ല എൻ്റെ അമ്മയുടെ സമ്മതം വേണ്ടേ, എൻ്റെ അമ്മ എവിടെയല്ലേ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അമ്മയൊക്കെ കൃത്യസമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നോളും. കല്യാണി മോളും കിരൺ മോനും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കല്യാണം നടത്തുന്നതിനെ കുറിച്ച് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരണും കൂടെ അങ്ങോട്ട് വന്നു. കിരൺ വന്നിട്ട് പറഞ്ഞു, അമലു പറയുന്ന കേട്ടല്ലോ, നിങ്ങളുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. അമലു ആണെങ്കിൽ വല്ലാതെ ആയിപ്പോയി. അമലുവിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കിരൺ പറഞ്ഞു, ഇനി വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാണ് സങ്കടപ്പെടേണ്ട കാര്യമില്ല, വേലും നല്ലവനാ, എന്താ നിനക്ക് അവനെ ഇഷ്ടമില്ലെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അമലു പറഞ്ഞു, എനിക്കിഷ്ടമാണ് കിരൺ സാറേന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ എന്തിനാ മടിക്കണേ, അവനും ഒരു ജീവിതം വേണം, നിനക്കും ഒരു ജീവിതം വേണം, നിന്റെ ജീവിതത്തിൽ ഇനിയിപ്പോൾ വേറൊരു പുരുഷനുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അമലു പറഞ്ഞു, ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അവന് നീയുമായിട്ടുള്ള വിവാഹം നടക്കണം, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഞാനും കല്യാണം തീരുമാനിച്ചൊരു കാര്യമായിരുന്നു പറഞ്ഞു. അമലുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, ഒന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, ആ ഗംഗാപ്രസാദിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ കാണൂലേ, ഇവിടെ വന്നിട്ട് അവന്റെ കഥ കഴിക്കാൻ പറ്റിയില്ല എന്നുള്ള സാരമില്ല, എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ട്, അതുകൊണ്ട് ദൈവം അവനിട്ടുള്ള പണി കൊടുത്തോളൂ, നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അല്ല
ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അവന്റെ കഥ കഴിച്ചെന്നൊരു വാർത്ത കേൾക്കുവാണെങ്കിൽ സന്തോഷമായിരുന്നു. അതൊക്കെ കേൾക്കും അധികം വൈകാതെ തന്നെ. ധൈര്യമായിട്ടിരുന്നു. ഇനി അവൻ ഒരു ശല്യത്തിനും വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ടേക്ക് പോയി. അമലുവിന് നല്ലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. തൻ്റെ അച്ഛനില്ല. തൻ്റെ അച്ഛനെ കൊന്നവൻ അവനാ. പക്ഷെ അവനെ തീർക്കാനായിട്ട് തനിക്ക് പറ്റിയിട്ടില്ല. അവനെക്കുറിച്ച് ഒരു അറിവുമില്ല. പക്ഷേങ്കിൽ അവൻ കാരണം തൻ്റെ ജീവിതം ഒന്നും നശിച്ചു പോയതാ. വേലുവേട്ടൻ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെ താൻ ആ സ്നേഹം കാണാനായിട്ട് വൈകിപ്പോയി. പക്ഷെ ഇപ്പോഴും തനിക്ക് തുണയായിട്ട് വന്നിരിക്കുന്ന വേലുവേട്ടനാണ്. ഇനി ആ മനസ്സിനെ വേദനിപ്പിച്ചുകൂടാ. പിന്നീട് അമലു നേരെ വേലുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് സേനൻ ഓരോന്നൊക്കെ ആലോചിച്ചുണ്ടെങ്കിലും മുറിയിലിരിക്കണം. അപ്പോഴേക്കും രൂപ എങ്ങോട്ടേക്ക് വന്നു. രൂപ വന്നിട്ട് എന്താ ചന്ദ്രേട്ടാ? ചന്ദ്രേട്ടൻ എന്താ ആലോചിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല, കുറെ സമയമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കിരൺ മോൻ വന്നതിന് ശേഷം എന്തോ വലിയൊരു ആലോചനയില്ല. എന്താ ആ ഗംഗാപ്രസാദിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവൻ പ്രശ്നം ഉണ്ടാക്കുമോ മറ്റോ ചെയ്യുവോ? ഇനി അവൻ ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞു. രൂപ ചോദിച്ചു, അതെന്താ ചന്ദ്രേട്ട അങ്ങനെ പറഞ്ഞേ? ചന്ദ്രേട്ടൻ എന്തോ ഉറപ്പുള്ള പോലെ പറയണേ. അത് പിന്നെ അവന്റെ ശല്യം ഇനിയൊന്നും ഉണ്ടാകത്തില്ല. നീ അത്രമാത്രം വിചാരിച്ചാൽ മതി. അത് കേട്ടപ്പോൾ രൂപയ്ക്ക് സംശയമായി. സത്യം പറ, അവന്റെ കഥ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രസേനൻ പറഞ്ഞു, അതെ, തൽക്കാലത്തേക്ക് നീ ആരോടും പറയാനൊന്നും പോണ്ട. കിരൺ മോൻ വന്ന് എൻ്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ കാര്യം തീർന്നെന്ന്. ആരുടെ? ഗംഗാപ്രസാദിന്റെയോ? അതേന്ന് പറയാണ്. മുമ്പേ അവൻ വന്ന് ഈ കാര്യം പറയാനായിട്ടാ. അവൻ പറഞ്ഞ അമ്മയോട് ഇത് പറയണ്ടെന്നാ പറഞ്ഞിരിക്കുന്നേ. ഒരു കാര്യമുണ്ട്, നീ തൽക്കാലത്തേക്ക് ഇതാരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. കല്യാണി മോൾക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. അല്ല ചന്ദ്രേട്ട, എങ്ങനെ അവന്റെ കഥ കഴിഞ്ഞെന്നൊക്കെ ചോദിച്ചു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം രൂപ പറഞ്ഞു, ചന്ദ്രേട്ട പ്രശ്നമാകുമോ? ഇനിയിപ്പം വല്ല അന്വേഷണം ഉണ്ടാകുമോ? ആരന്വേഷിക്കാനായിട്ടാ? അല്ലെങ്കിൽ തന്നെ അവൻ തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. അവൻ കാരണം എത്ര പേരുടെ ജീവിതം പോയത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? രൂപ പറഞ്ഞു, അത് ശരിയാ, അവൻ തീരേണ്ടവൻ തന്നെയാ. പക്ഷെ കിരൺ മോനൊരു പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ അല്ലേ? എങ്ങാനും വല്ല അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ ഒരന്വേഷണം വരത്തില്ല രൂപേ. അന്വേഷണം വന്നാൽ പോലും കിരൺ മോൻ ഒരു ആപത്തും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുറ്റം അങ്ങ് ഏറ്റെടുക്കും. അവനെപ്പോലൊരു ദുഷ്ടന് വേണ്ടിയിട്ട് കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോകാനും ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. രൂപ പറഞ്ഞു, ഇനി സമാധാനമായിട്ട് കാർത്തിയമോൾക്കും ദിലീപിനും ഒക്കെ കഴിയാലോ. അതെ, പക്ഷെ അവർ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. രൂപ പറഞ്ഞു, എത്ര ദുഷ്ടനായിട്ടാ അവൻ അന്ന് വീണ്ടും അങ്ങോട്ടേക്ക് വന്നേ. ശരിക്കും പറഞ്ഞാൽ അവന്റെ പെങ്ങളല്ലേ, സ്വന്തം ചോരയല്ലേ, എന്നിട്ട് പോലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അതാ കഴിഞ്ഞ അധ്യായമാ. പിന്നെ കല്യാണിമോളൊന്നും ഒരു കാരണവശാലും ഇത് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയം അമലു നേരെ വേലുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ വേലുവിനോട് സംസാരിക്കുന്ന സമയത്ത് വേലു പറഞ്ഞു, അതെ, കിരൺ സാർ എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അമലു പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല വേലുവേട്ട. വേലുവേട്ടൻ്റെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേലു പതുക്കെ അമലുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിനക്കറിയാലോ എൻ്റെ അഭിപ്രായം എന്താന്ന്. നിന്റെ അടുത്തേക്ക് വന്ന് ആ കാട്ടിലേക്ക് വന്ന സമയത്ത് പോലും എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാമൻ എന്നെ ശരിക്കും ദത്തെടുത്താണ്. അന്ന് മുതൽ നിന്റെ പുരുഷനെ ഞാനെന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എങ്കിൽ അവൻ ആ ദുഷ്ടൻ ഗംഗാപ്രസാദ് വന്ന സമയത്ത് മാത്രമാണ് നിനക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അന്ന് എൻ്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ സന്തോഷമുള്ളൂ. നിനക്ക് നിന്റെ തെറ്റ് ബോധ്യമായല്ലോ. വീണ്ടും നീ എൻ്റെ പെണ്ണാകാൻ പോവല്ലേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അമലു പറഞ്ഞു, സോറി കേട്ടോ വേലുവേട്ടാ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. വേലുവേട്ടൻ്റെ മനസ്സ് ഞാൻ കാണാൻ വൈകി. എൻ്റെ ഭാഗത്താണ് തെറ്റുള്ളത്. ഒരു പക്ഷേ വേലുവേട്ടനെ ഞാൻ ചതിക്കാൻ പാടില്ലായിരുന്നു. വേലുവേട്ടന് ഇനിയും സമയമുണ്ട്. വേലുവേട്ടന് നല്ല പെണ്ണിനെ കിട്ടും. വേണമെങ്കിൽ വേലുവേട്ടന് അവൻ ജീവിതം തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ വേലു പറഞ്ഞു, അതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും കാലം നിനക്ക് വേണ്ടി കാത്തിരുന്നേ? അങ്ങനെ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കാനായിരുന്നെങ്കിൽ ഞാൻ നിന്നോടൊപ്പം കൂടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് കേട്ടപ്പം അമലുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അമലു വേലുവിൻ്റെ തോളത്തേക്ക് ചാരുവാണ്. കാരണം അമലുവിന് അറിയാം വേലു തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന വേലുവിൻ്റെ അമലുവിൻ്റെ വിവാഹമാണ്. അതൊക്കെ അധികം വൈകാതെ തന്നെ നടക്കും. പക്ഷേങ്കിൽ വിവാഹം നടന്നാലും ഇനിയിപ്പോൾ ഗംഗാപ്രസാദ് എവിടെയെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഒടുവിൽ കിരണിനെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസൊക്കെ എത്തുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.